कर देना कि इसका ദുനിയാവും അവൻ്റെ ആഖിറവുമായിരിക്കുമെന്ന തിരിച്ചറിവാണ് ഈ വിഷയത്തിൽ ആദ്യമേ നമുക്കുണ്ടാകേണ്ടത്. കാരണം മഹാനായ ഇമാം ആജുരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അശ്ശരീഅ എന്ന് പറയുന്ന അഖീദ ചർച്ച ചെയ്യുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. പിഴച്ച കക്ഷികളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് 4 എണ്ണമാകുന്നു. ഒന്നാമത് ഖാരിജിയ്യത്താണെങ്കിൽ, രണ്ടാമത്തത് റാഫിളിയ്യത്തും അതുപോലെ തന്നെ മുഅ്തസിലിയ്യത്തും അതുമായി തന്നെ കടന്നു വന്നിട്ടുള്ള ജബരിയ്യത്തുമൊക്കെയാണ് അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പിഴച്ച കക്ഷികളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് കൃത്യമായ മൻഹജോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ഈ സംഘത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഖീദത്തുൽ വാസിത്തിയ്യയിൽ പറയുന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. വസത്തിയ്യത്തിൻ്റെ ആളുകളാണ് അഹ്ലുസുന്ന വൽ ജമാഅ എന്നാണ്. അവിടെ വസത്തിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുർജിഅത്തിൻ്റെ ലഘുവാദങ്ങളും അതുപോലെ തന്നെ ഖവാരിജിയത്തിൻ്റെയും മുഅ്തസിലിയത്തിൻ്റെയും അതിവാദത്തിൻ്റെയും എല്ലാം മധ്യത്തിൽ നിലനിൽക്കുന്ന സംഘമാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രത്യേകത, അവരുടെ മൻഹജ് എന്ന് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഫത്തിബാഉ മആലിമി മൻഹജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദഅവതിഹി ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മൻഹജിനെ പ്രബോധന രംഗത്ത് പിൻപറ്റുന്ന ആളുകളായിരിക്കും അവരെന്നതാണ്. അതിൻ്റെ ഭാഗമായി കൊണ്ട് യുൻതജുലിൽ ഉമ്മത്തി അൽ ഖൈറ ഫിദ്ദീനി വദ്ദുനിയ, ദീനിലും അതുപോലെ തന്നെ അവൻ്റെ ദുനിയാവിലുമൊക്കെ അതിൻ്റെ ഭാഗമായി കൊണ്ട് ഖൈറുകൾ ഉണ്ടാകുന്നതാണ്. മാത്രവുമല്ല ഇത് മൻഹജുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജിൻ്റെ പ്രത്യേകത കഫീലും ബിഹിഫ്ളിൽ ദറൂരിയാത്തിൽ ഖംസ, കഫീലും ബിഹിഫ്ളിൽ ദറൂറാത്തിൽ ഖംസ്, 5 അടിസ്ഥാന ആവശ്യങ്ങളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണുള്ളത്. മഹാനായ ഇമാം ഷാത്തിബി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മുവാഫഖാത്തിൽ ആ കാര്യം പ്രത്യേകമായി എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. മജ്മൂഉൽ ദറൂറാത്ത് അൽ ഖംസ, 5 ദറൂറത്തുകൾ അത് ഒരുമിച്ച് കൂടുന്നത് വഹിയ ഹിഫ്ളുദ്ദീൻ, 1 മതസംരക്ഷണമാണ്, രണ്ടാമത്തത് വന്നഫ്സ് ശരീര സംരക്ഷണമാണ്, വന്നസ്ലു വർഗവംശവർദ്ധനവിൻ്റെ സംരക്ഷണമാണ്, വൽമാലു ധനസംരക്ഷണമാണ്, വൽ അഖ്ലു ബുദ്ധി സംരക്ഷണവുമാണ്. ഈ 5 സംരക്ഷണങ്ങളുടെ ആകത്തുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച യഥാർത്ഥ മൻഹജ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ പലപ്പോഴും മഖാസിദു ശരീഅയും മൻഹജുമൊന്നും അറിയാത്ത ആളുകൾ സ്വന്തത്തെ മൻഹജിലേക്ക് ചേർത്തി പറയുകയും അഹ്ലുസുന്നയുടേതല്ലാത്ത വാദങ്ങൾ അഹ്ലുസുന്നയുടെ പേരിൽ ആരോപിക്കുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആരെയും ഇകഴ്ത്തുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ അല്ല, ചില ആളുകളെയെങ്കിലും പേരു പറയുക എന്നത് അനിവാര്യമായി വരും. കാരണം നമുക്കറിയാം, ഇന്ന് ഈ സദസ്സിൽ 1ാമത്തെ ക്ലാസ് തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ഷെയ്ഖ് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ട കാര്യമാണ്. ഒരാളെയും നഖ്ദ് ചെയ്യലല്ല ഇത്തരം പരിപാടികളുടെ ഉദ്ദേശം. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽക്ക് ഈ ആധുനിക കാലഘട്ടത്തിൽ വരെയുള്ള ഉലമാക്കൾ അവർ സമൂഹത്തിലുള്ള വ്യാജന്മാരെ കാണിച്ചു തരികയും അതോടൊപ്പം തന്നെ ദീനിനെതിരിൽ വരുന്ന വർത്തമാനങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാറുമുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ചില പേരുകൾ നമുക്കെടുത്തു പറയേണ്ടി വരിക എന്നുള്ളത്. നമുക്കറിയാം, ഇന്ന് സലഫിയത്തിൻ്റെ പേരിൽ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ദമ്മാജികൾ എന്നുള്ള പേര്. യഥാർത്ഥത്തിൽ ആരാണവർ? ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് നമുക്കറിയാം, ബദിഉസ്സമാൻ മദനി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് എൻ്റെ വാക്കുകളല്ല എന്ന് പറഞ്ഞ് സമൂഹത്തിൽ അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പറഞ്ഞു,
അവർ പറഞ്ഞതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ പ്രത്യേകമായി അദ്ദേഹം എടുത്തു പറഞ്ഞൊരു പണ്ഡിതന്റെ പേരാണ് ഉബൈദുൽ ജാബിരി റഹിമഹുല്ല. മദീന യൂണിവേഴ്സിറ്റിയിലെ പഴയ കാലത്തെ അധ്യാപകനായിരുന്നു. സലഫി ലോകത്ത് അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തോട് ദമ്മാജിലുള്ള പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ ഒരു വോയിസ് ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാവുന്നതാണ്. അദ്ദേഹത്തോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, അതല്ല, എന്താണ് യമനിലെ സലഫികൾക്കിടയിലുള്ള പ്രശ്നം, ഞങ്ങൾ ആരുടെ കൂടെ നിൽക്കണം, ഞങ്ങൾ ആരുടെ കൂടെയാണ് ദഅവത്ത് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി നമ്മളൊന്ന് കേൾക്കുക. എന്നിട്ട് നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. അതായത് ഷെയ്ഖ് ഉബൈദുൽ ജാബിരി റഹിമഹുല്ലയോട് ചോദിക്കുകയാണ്, എന്താണ് യമനിലെ സലഫികൾക്കിടയിലുള്ള പ്രശ്നം, എന്താണ് അതിനുള്ള കാരണം, ഞങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഷെയ്ഖ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊള്ളുക. അമൽ ഹജൂരി
എന്നാൽ ഹജൂരി എന്ന് പറയുന്ന വ്യക്തി ഫബയ്യന്ന ഗൈറ മർറത്തിൻ വഖുലാസത്തുൽ അംരി അന്നഹു സഫീഹുൻ നഅം, നമ്മൾ പലപ്പോഴും അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അയാളൊരു വിഡ്ഢിയാണ്. ഈ ഹജൂരിയിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഷെയ്ഖ് ഹജൂരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും ഇത്തരം ആളുകൾ പറയാറുള്ളത്. നമുക്കറിയാം, ദമ്മാജിലെ ദാറുൽ ഹദീസ് എന്ന് പറയുന്ന സ്ഥാപനം മഹാനായ മുഖ്ബിൽ വാദി റഹിമഹുല്ല സ്ഥാപിച്ച സ്ഥാപനമാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം പിന്നീട് ആ സ്ഥാപനം ഏറ്റെടുത്തത് യഹിയ ഹജൂരി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ആ യഹിയ ഹജൂരി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചാണ് മഹാനായ ഉബൈദുൽ ജാബിരി റഹിമഹുല്ല പറഞ്ഞത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാം, വറജുലു കാന സൂഖിയൻ ലം യൻശഅ ഫിൽ ഇൽമി വലിഹാദാ നഫസുഹു ലൈസ നഫസു അഹ്ലിൽ ഇൽമിൽ മുഹഖഖീൻ അൽ വറഈൻ ബൽ മൻതിഖു സുഫഹാ ഫഹുവ സയ്യിഉൽ മൻതിഖ് ബദീഉൽ ലിസാൻ വഇൻദഹു ശത്ഹാത്തുൻ അജീബ ഫിൽ അഖീദ. എത്രത്തോളം പറഞ്ഞു എന്നാൽ അയാൾ ഒരു കച്ചവടക്കാരനാണ്. അയാൾ കൃത്യമായ അറിവുള്ള കുടുംബത്തിൽ ജനിച്ചയാളല്ല. അയാളുടെ ബന്ധം അറിവുമായിട്ടുള്ളതല്ല. അയാൾ ആധികാരികമായി പഠിച്ചയാളോ സൂക്ഷ്മത പുലർത്തുന്നയാളോ അല്ല, മറിച്ച് വിഡ്ഢികളുടെ വർത്തമാനം പറയുന്നയാളാണ്. മാത്രവുമല്ല, അയാളുടെ നാവിൽ നിന്നും പുറത്തു വരുന്നത് വളരെ നീചമായ രൂപത്തിലുള്ള സംസാരങ്ങളാണ്. അയാൾക്ക് അഖീദയിൽ തന്നെ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, വമിൻഹ, അദ്ദേഹത്തിന് സംഭവിച്ച അഖീദയുടെ പിഴവിൽപ്പെട്ടതാണ് അന്ന അവ്വല മാ ദഖലത് ശുബ്ഹത്തുൽ ഇർജാഇ അല സഹാബ, മുർജിയത്തി എന്ന് പറയുന്ന പിഴച്ച വാദം, ഇസ്ലാമിന് അന്യമായ വാദം. അവർ പറഞ്ഞത് നമുക്കറിയാം, മുർജിയത്തിന്റെ വാദം എൻ്റെ ഈമാനും നമ്മളിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ഈമാനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈമാനും ഒരുപോലെയാണ്. ഒരു ഈമാനിൽ മാറ്റമില്ല. മാത്രമല്ല, അൽ ഈമാനു ലാ യസീദു വലാ യൻഖുസു, ഈമാൻ കുറയുകയോ കൂടുകയോ ഇല്ല. തെറ്റു ചെയ്താൽ പ്രശ്നമില്ല. ഫകസ്സിർ, നിങ്ങൾ അധികരിപ്പിക്കുക. മസ്തതഅത മിനൽ ഖതായ ഇദാ കാനൽ ഖുദൂമു ഇലാ കരീമിൻ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര തെറ്റുകൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് പോകാനുള്ളത് ഔദാര്യവാനായ അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ തെറ്റു ചെയ്ത, കള്ളുകുടിച്ച, വ്യഭിചരിച്ച, അതുപോലെയുള്ള തോന്നിവാസങ്ങൾ ചെയ്ത ആളുകൾക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമ്പോൾ നിങ്ങൾക്കതൊരു പ്രയാസമായി തോന്നും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി നിങ്ങൾ തെറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ കാണാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ മുർജിഅത്ത്, ആ മുർജിഅത്തിന്റെ വാദം സഹാബിമാരുടെ വാദമാണെന്ന് പറഞ്ഞയാളാണ് ഈ യഹിയ ഹജൂരി എന്ന് പറയുന്ന വ്യക്തി. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ ഹാദാ സബ്ബുലി അസ്ഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ ചീത്ത പറയലാണ്. ഫലൗ കാന മിൻ അഹ്ലിൽ ഇൽമി മാ ഖാല ഹാദൽ കലാം, യഹിയ ഹജൂരി എന്ന് പറയുന്ന വ്യക്തി പണ്ഡിതനായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും തന്നെ ഈ വർത്തമാനം പറയുമായിരുന്നില്ല. മാത്രവുമല്ല, പിന്നീട് അയാൾക്ക് വന്ന പിഴവ് വമിൻഹ തഫ്സീറു തൗഹീദ് ബി തൗഹീദുർ റുബൂബിയ്യ നഅം ഫി ബഅദിൽ മവാഖിഇ വൽ മവാത്തിനി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ മുഴുവനും പറഞ്ഞയച്ചത് ഉലൂഹിയത്തിനെ സ്ഥാപിക്കുവാൻ വേണ്ടിയായിരുന്നു എങ്കിൽ ആ ഉലൂഹിയത്ത്, തൗഹീദുൽ ഉലൂഹിയ പറയുന്ന ഭാഗങ്ങളിലെ ചില ഭാഗങ്ങളിലെല്ലാം അയാൾ തൗഹീദുർ റുബൂബിയയുടെ അർത്ഥമാണ് നൽകിയത്. അതാണ് മൗദൂദി പണ്ട് നൽകിയത്. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് പിഴവ് സംഭവിച്ചത് അവിടെയാണ്. അതുപോലെ തന്നെ അശായിറത്തിന് പിഴവ് സംഭവിച്ചതും അവിടെയാണ്. അതേ പിഴവ് തന്നെയാണ് യഹിയ ഹജൂരിക്കും സംഭവിച്ചത് എന്ന് പറയുന്നത് ഞാനല്ല. അത് പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിനു വേണ്ടിയാണ് ഷെയ്ഖിന്റെ തന്നെ വോയിസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മാത്രവുമല്ല, വീണ്ടും ഇയാൾ അഹ്ലുസുന്നയുടെ പേരിൽ പറഞ്ഞ മറ്റൊരു കളവ് കാണുക. അയാൾ പറയുന്നത് കാണാം, വമിൻഹ അഹ്ലുസുന്ന ഹും അഖ്റബുൻ നാസി ഇലാ അഹ്ലിൽ ഹഖ് വനസിബ ഹാദാ ഇലാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അഹ്ലുസുന്ന എന്ന് പറഞ്ഞവർ അവരല്ല യഥാർത്ഥത്തിൽ സത്യത്തിന്റെ കൂടെയുള്ളവർ, അവർ സത്യത്തിലേക്ക് അടുത്തു നിൽക്കുന്നവരാണ് എന്നാണ് യഹിയ ഹജൂരി പറഞ്ഞത്. അഹ്ലുസുന്നയെ കുറിച്ച് നമുക്കറിയാം. ഞാൻ എൻ്റെ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, ഇസ്ലാം എന്നതിൻ്റെ പര്യായമാണ് അഹ്ലുസുന്ന എന്നത്. എന്നാൽ യഹിയ ഹജൂരി പറഞ്ഞത് അഹ്ലുസുന്ന എന്നത് അത് യഥാർത്ഥത്തിൽ ഹക്കിലേക്ക് അടുത്തു നിൽക്കുന്ന ഒരു സംഭവമാണ്, ഹക്കല്ല എന്നാണ്. മാത്രമല്ല
അയാളുടെ ആ കള്ള നാണയത്തിന് മറുപടി ഒരു ആളുകൾക്കിടയിൽ അംഗീകാരം ലഭിക്കുവാൻ വേണ്ടി വനസബഹാദ ഇലാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയുടെ പേരിൽ ഒരു കളവും അയാൾ പറയുകയുണ്ടായി. ഫലമ്മാ റാജഅനൽ മസ്അല വജദ്നാ അന്ന الرجل ലം യഹ്സുനു النقل ഹാദാ യദുല്ലുക അലാ ജഹ്ലിഹി വലഅബിഹി. അങ്ങനെ ഷെയ്ഖ് പറയണം, ഉബൈദുൽ ജാബിരി പറയാം, നമ്മളിത് നോക്കി അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം ഇടയിൽ പറഞ്ഞിട്ടുണ്ടോന്ന്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ വിഷയങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെയൊന്നും ഷെയ്ഖുൽ ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത്, അയാൾ ഉദ്ധരിക്കുന്ന രംഗത്തും വഞ്ചന കാണിക്കുന്നവനാണ്. ഒന്നുകിൽ അയാളുടെ വിഡ്ഢിത്തമാണ് അത് അറിയിക്കുന്നത്, അതല്ലെങ്കിൽ അയാൾ കളിക്കുകയാണ്. ഫബിനു തൈമിയ്യ യൻഖുലു അൻ ബഅദി അഹ്ലിൽ അഹ്വാഇ ഹാദിഹിൽ മഖൂല. അഹ്ലുസുന്ന ഹക്കിലേക്ക് അടുത്തു നിൽക്കുന്ന വിഭാഗമാണെന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞത്, അത് ചില അഹ്ലുൽ അഹ്വാ പിഴച്ച കക്ഷികൾ പറയുന്നതായി കൊണ്ട് പറഞ്ഞ വാക്കാണ്. ആ വാക്കിനെ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടിമാട്ടുകയാണ് യഥാർത്ഥത്തിൽ യഹിയ ഹജൂരി ചെയ്തത് എന്നത് ഈ ഷെയ്ഖ് പറയുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെ പറഞ്ഞ് അവസാനം ഷെയ്ഖ് പറയുന്നൊരു ഭാഗം കൂടി വായിക്കാം. വലിഹാദ, അതുകൊണ്ട് ഞാൻ വലിഹാദ അന ലാ അൻസഹു ബിൽ ഖുദൂമി അലാ മർകസിദ് ദമ്മാജ്. ദമ്മാജിലുള്ള മർക്കസിലേക്ക് പഠിക്കുവാൻ പോകണമെന്ന് ഞാൻ ഒരിക്കലും തന്നെ ഉപദേശിക്കുകയില്ല. ഇല്ല ഇദാ ഗാബ യഹ്യ, ഒന്നുകിൽ അവിടെ നിന്ന് യഹിയ പോകണം. വഖലഫ ശൈഖ് മുഖ്ബിൽ റജുലുൻ യുഹ്സിനു തഖ്ദീർ അൽ ഇസ്ലാമി വസ്സുന്ന. ഇസ്ലാമിനും സുന്നത്തിനുമൊക്കെ അംഗീകാരം നൽകുന്ന ഒരു വ്യക്തി, നല്ല വ്യക്തിയെ ഷെയ്ഖ് മുഖ്ബിൽ അവിടെ പകരക്കാരനായി കൊണ്ടുവരണം. അയാളുടെ പ്രത്യേകത, അയാൾ ബുദ്ധിയുള്ളയാളാകണം, അയാൾ സൂക്ഷ്മതയുള്ളയാളാകണം, അയാൾ തഖിയാകണം, അയാൾ മുഹഖിഖാകണം. മാത്രവുമല്ല ഔ ഇദാ വജദൽ ആന റജുലുൻ മുതഹർരിറുൻ ലാ യഖ്ലഹു ലിയഹ്യ വഹാദാ ഗൈറു മൗജൂദ് ഹാദാ മഅദൂമുൻ അൽആൻ. അതല്ല എങ്കിൽ യഹിയ ഹജൂരിയെ അനുസരിക്കാത്ത, സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആ മർക്കസിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. അതൊരിക്കലും ഇല്ല, ഇപ്പോൾ ഇല്ല, ഉണ്ടാവുകയുമില്ല എന്ന് മഹാനായ ഉബൈദുൽ ജാബിരി റഹിമഹുല്ല അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ത്വാലിബുൽ ഇൽമിന് അദ്ദേഹം ഉപദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ ആ യഹിയ ഹജൂരിയുടെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും യഥാർത്ഥ സലഫികളുടെ സലഫിയത്തിനെ ചോദ്യം ചെയ്യുവാൻ ഇത്തരം ആളുകൾ കടന്നു വരാറുള്ളത്. നമുക്കറിയാം, തൊട്ടുമുമ്പ് വലാഉം ബറാഉമായി ബന്ധപ്പെട്ട വിഷയം സംസാരിച്ചു. വലാഉം ബറാഇന്റെയും വിഷയത്തിൽ മഹബ്ബത്തും അതുപോലെ തന്നെ ഹുസ്നുൽ തആമുലും, ഈ രണ്ടു വിഷയവും പരസ്പരം കൂടിക്കലർത്തി ഹുസ്നുൽ തആമുലിനെ മഹബ്ബത്തായി കൊണ്ട് വിശദീകരിക്കുകയും എന്നിട്ട് ഇസ്ലാം പാടില്ല എന്ന് പറയുന്ന മഹബ്ബത്താണ് സലഫികൾ എന്ന് പറയുന്ന ആളുകൾ ഇവിടെയുള്ള അവിശ്വാസികളുമായി കൊണ്ട് വെച്ചു പുലർത്തുന്നത് എന്ന് ഇത്തരം ആളുകൾ പറയുന്നത് കാണാൻ സാധിക്കും. എന്താണ് ഹുസ്നുൽ തആമുൽ എന്ന് ഇവർക്കറിയില്ല, എന്താണ് മഹബ്ബത്ത് എന്നും ഇവർക്കറിയുകയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യമുള്ളത്. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, ഉബൈദുൽ ജാബിരി റഹിമഹുല്ല പറഞ്ഞതുപോലെ ഈ പറയുന്ന ആളുകൾ ഒന്നുകിൽ ജാഹിലുകൾ, അതല്ലെങ്കിൽ ആളുകളെ കളിപ്പിക്കുവാൻ വേണ്ടി പറയുന്നു. ഈ രണ്ടാലൊന്നു മാത്രമാണ് ഇവിടെ വിഷയത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു ഇമാം ഷാത്തിബി റഹിമഹുല്ലയുടെ വാക്കുകൾ, അഞ്ച് ലറൂരിയാത്തുകൾ, ആ ലറൂരിയാത്തുകളുടെ സംഗ്രഹമാണ് ഇസ്ലാം എന്ന് പറയുന്നതും ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നതും സലഫിയത്ത് എന്ന് പറയുന്നതും. അവിടെ ദീനിന് ഹിഫാദത്തുണ്ടാകണം, നഫ്സിന് ഹിഫാദത്തുണ്ടാകണം, മാലിന് ഹിഫാദത്തുണ്ടാകണം, നസ്ലിന് ഹിഫാദത്തുണ്ടാകണം, അഖ്ലിന് ഹിഫാദത്തുണ്ടാകണം. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇത്തരം ആളുകൾ ഇലക്ഷന്റെ സമയമായാൽ പുതിയ പുതിയ ഫത്വകളുമായി കൊണ്ടുവരും. അതല്ലെങ്കിൽ തന്നെ ഫത്വകൾ എടുത്ത് അതിനെ യഥാർത്ഥ സാഹചര്യത്തിൽ നിന്നും കോട്ടിമാറ്റി കൊണ്ടുവരും. എന്താ അവർ പറയാ? വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യാൻ പാടില്ല, വോട്ട് ചെയ്യൽ കുഫറാണ്, അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നു. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് അവിടെയാണ് പറഞ്ഞത്, ഇവർക്ക് ഇവർക്കുള്ളത് യഥാർത്ഥത്തിൽ അറിവല്ല, അറിവുകേടാണ് എന്നതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ അറിവുകേട് എന്നുള്ളത്. ഡെമോക്രസി കുഫറാണ്, ആ ഡെമോക്രസി കുഫറാണെന്നുള്ളത് സലഫി ഉലമാക്കൾ പറഞ്ഞതല്ലേ? അതേ സംശയമില്ല, ഡെമോക്രസി കുഫർ തന്നെയാണ്. ഡെമോക്രസിയുടെ അസ്ൽ പറയുന്നത് കുഫറിൽ അധിഷ്ഠിതമാണ്. കാരണം നിയമനിർമ്മാണത്തിനുള്ള അധികാരം അല്ലാഹു അല്ലാത്തവർക്ക് വകവെച്ചു നൽകുക എന്ന് പറയുന്ന
വാദമാണ് ഡെമോക്രസിയിലൂടെ വരുന്നത്. നിയമനിർമ്മാണത്തിനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമേയുള്ളൂ, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നിയമം നിർമ്മിക്കുന്നവൻ അതിലൂടെ എപ്പോഴാണ് കുഫർ ദാത്തിലേക്ക്, അതല്ലെങ്കിൽ അക്ബറിലേക്ക് എപ്പോഴാണ് പോകുന്നത്, അതല്ലെങ്കിൽ അത് കുഫർ അസ്ഗറായിക്കൊണ്ടാണോ പരിഗണിക്കപ്പെടുക? അവിടെ ഖവാരിജിയത്തിൻ്റെയും അതുപോലെ തന്നെ മുർജിയത്തിൻ്റെയും അസുലുകൾ എന്തൊക്കെയാണ്, അഹ്ലുസുന്ന എവിടെയാണ് നിൽക്കുന്നത് എന്ന വാദം പോലും പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അറിയുകയില്ല എന്നതാണ്. അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇൻ കാന ശൈഉ ലൈസത് കുഫ്റൻ ബിദാതിഹി ലാ യക്ഫുറു സാഹിബഹു ഇല്ലാ ബിസ്തിഹ്ലാലിഹി അവ ഇഅ്തിഖാദിഹി എന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു തൈമിയ്യ റഹിമഹുള്ള അടക്കമുള്ള ആളുകൾ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. ഒരു കാര്യം അടിസ്ഥാനപരമായി കുഫറല്ല എങ്കിൽ അത് മഅസിയത്താണ്. ആ മഅസിയത്ത് കുഫറാകണമെങ്കിൽ ആ ചെയ്യുന്നയാള് അതിനെ ഇസ്തിഹ്ലാലാക്കിക്കൊണ്ട്, അഥവാ അത് ചെയ്യൽ ഹലാലാണെന്ന ഉദ്ദേശത്തോടു കൂടിയോ, അതല്ലെങ്കിൽ അത് ചെയ്യുന്നത് പ്രശ്നമില്ല, അത് അനുവദിക്കപ്പെട്ടതാണ് എന്ന ഇഅ്തിഖാദോടു കൂടി മാത്രമേ ചെയ്യുമ്പോൾ മാത്രമേ അയാൾ കുഫർ അക്ബറിലേക്ക് എത്തുകയുള്ളൂ. അല്ലാത്തിടത്തോളം അത് മഅസിയത്തായി പരിഗണിക്കപ്പെടും. വഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ്. എന്നാൽ ആസിൻ, അവൻ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ്. അതേ സമയത്ത് മുഅ്തസിലിയാക്കളും ഖവാരിജികൾ പറഞ്ഞു ഫഹുവ കാഫിർ, അവൻ കാഫിറാണ്. ഖാലിദുൻ മുഖല്ലദൻ ഫിന്നാർ, ഇത് ഖവാരിജികൾ പറഞ്ഞു. എന്നാൽ മുഅ്തസിലിയാക്കൾ പറഞ്ഞു മൻസിലത്തു ബൈനൽ മൻസിലതൈൻ, അവർ നിൽക്കുന്നത് മൻസിലത്തു ബൈനൽ മൻസിലതൈൻ, ഈമാനിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥാനത്താണ് അവരുള്ളത്. മുഅ്മിനൊന്നും പറയാൻ പറ്റൂല, കാഫിറാണെന്നും പറയാൻ പറ്റൂല. എന്നാൽ നാളെ പിറ്റേന്ന് പരലോകത്ത് അവർ വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രത്യേകത, അവർ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാർ, അവർ നരകത്തിലായിരിക്കുന്നതാണ്. ഇതാണ് മുഅ്തസിലിയാക്കൾ പറഞ്ഞത്. എന്നാൽ മുർജിയാക്കൾ പറഞ്ഞത് ഒരാൾ തെറ്റു ചെയ്താൽ അയാൾ ശിർക്ക് തന്നെ ചെയ്യട്ടെ, അയാൾ കാഫിറാവില്ല എന്നാണ്, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകില്ല എന്നാണ്. അപ്പോൾ അത് പുറത്തു പോകണമെങ്കിൽ എന്ത് വേണം? അയാളോട് ചോദിക്കണം, ശിർക്ക് ചെയ്യൽ ഹലാലാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണോ നിങ്ങൾ ചെയ്തത്? എങ്കിൽ അയാൾ ശിർക്ക് ചെയ്തിരിക്കുന്നു, കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അല്ലാത്തിടത്തോളം കാലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരാൾ പറഞ്ഞാൽ അയാളുടെ ഈമാനിനെ ഒരു തെറ്റും ബാധിക്കൂല. എപ്രകാരം ഒരാൾക്ക് ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ ലയഹ്ബത്തുന്ന അമലുക്, അവന്റെ അമലൊക്കെ പൊളിഞ്ഞു പോകുന്ന അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞ പോലെ തൗഹീദിൽ ഒരാളുണ്ടെങ്കിൽ പിന്നെ അവൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. കാരണം ഈമാനിന് സിയാദത്തുല്ല, നുഖ്സാനുല്ല എന്നാണ്. അൽ ഈമാനു ശൈഉൻ വാഹിദ്, ഈമാൻ എന്ന് പറയുന്ന ഒറ്റക്കാര്യാണ്. അതിനെന്തില്ല, അതിന് ഫറഉകളില്ല, അതിന് ശാഖകളില്ല എന്നൊക്കെയാണ് അവർ വാദിച്ചത്. യഥാർത്ഥത്തിൽ അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഈ മുർജിയത്തിന്റെയും ഈ വഈദിയാക്കളുടെയും ഇടയിലാണ് നിലനിൽക്കുന്നത്. ഒരു കാര്യം അടിസ്ഥാനപരമായി കൊണ്ട് കുഫറാണ് എങ്കിൽ അത് ചെയ്യുന്നയാൾ കാഫിറാണ്. ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ പിഴവ് സംഭവിച്ചു, ആൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അയാളെ എഴുത്തിക്കാതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹിൽ പിഴവ് സംഭവിച്ചു, അയാളെ എഴുത്തിക്കാതെ നോക്കേണ്ട ആവശ്യമില്ല, അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. എന്നാൽ ഒരാൾ കള്ള് കുടിച്ചു, അയാൾ കാഫിറാണെന്ന് പറയാൻ പറ്റുമോ? ഖവാരിജ് പറയുന്നു അയാൾ കാഫിറാണ്, മുഅ്തസിലി പറയുന്നു മൻസിലത്തും ബൈനൽ മൻസിലത്തൈനിയാണ്. ഖവാരിജും മുഅ്തസിലിയും കൂടി പറഞ്ഞു അയാൾ നാളെ നരകത്തിൽ ഖാലിദൻ മുഖല്ലദൻ ഫിന്നാറായിരിക്കും, എന്നെന്നും നരകത്തിൽ കഴിയുന്നവനായിരിക്കും. മുർജി പറഞ്ഞു അവൻ്റെ ഈമാൻ്റെ ഒരു കേടും പറ്റിയിട്ടില്ല, ഓൻ കുടിച്ചോട്ടെ, അള്ളാഹ് പുറത്തെടുത്തോളും, ഒരു പ്രശ്നമില്ല. അഹ്ലുസുന്ന പറഞ്ഞു, അവനോട് ചോദിക്കും എന്തിനാ കള്ളുടിച്ചതെന്ന്. അപ്പോൾ അയാൾ പറയും ഇത് ഹറാമാണെന്ന് എനിക്കറിയാം, തെറ്റാണെന്നറിയാം, വിട്ടു നിൽക്കാൻ എനിക്ക് കഴിയണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് പറയുന്നത് നീ തൗബ ചെയ്ത് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ഒരിക്കലും തന്നെ എന്താക്കരുത്, കള്ളു കുടിക്കരുത്, ഹറാമാണ്, തിന്മയാണ്, അത് നിന്നെ തിന്മയിലേക്കാണ് എത്തിക്കുക, നരകത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നീ ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം. അയാളെ മുഅ്മിനായി കൊണ്ടു തന്നെയാണ് അഹ്ലുസുന്ന കാണുന്നത്. അതേപോലെയാണ് ഹുക്കുമിന്റെ വിഷയം വരുന്നത്, തഹാക്കുമിന്റെ വിഷയം വരുന്നത്. തഹാക്കുമി എന്ന് പറയുന്നത് അസിലിൽ കുഫറല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത്, മുസ്ലിം ന്യൂനപക്ഷ പ്രദേശമുള്ള നാട്ടിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുസ്ലിമിന്റെ സംരക്ഷണത്തിന് വേണ്ട രൂപത്തിൽ എലക്ഷനിലൂടെ വോട്ട് ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കലും നമ്മുടെ അവകാശങ്ങൾ നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ സലഫിയത്ത്. അതല്ലാതെ എലക്ഷൻ വരുന്ന സമയത്ത് ഇതിനൊക്കെ വിട്ടുനിന്നിട്ട് ഇഫാദത്തു ദീനിനെ അത് ബാധിക്കുന്നു. വോട്ട് ചെയ്യാനുണ്ടായിട്ട് തന്നെ ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ഭയങ്കര പ്രശ്നമാണ്. അവിടെയാണ് ദീന് നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും, മുസ്ലിമിന്റെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും, മുസ്ലിമിന്റെ തലമുറകളില്ലായ്മ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അഖ്ല് പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും.
എന്തെല്ലാമാണോ ഹിഫാലത്തുൽ ഖംസ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നത്, അത് 5ഉം ഒന്നിച്ച് നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും. ഇന്ത്യയെ പോലെയുള്ള ഒരു നാട്ടിൽ എലക്ഷനിൽ നിന്നും മുസ്ലിം സമൂഹം വിട്ടുനിന്നാൽ സംഭവിക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവർ സലഫികളല്ല. അതങ്ങനെ പറയുന്നതിൽ സങ്കടമുണ്ട്. എൻ്റെ വാക്കുകളല്ല ഞാൻ പറയുന്നത്, ഉബൈദുൽ ജാബിരി റഹിമഹുല്ലയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് പറയട്ടെ. സഹാബിമാരെ തെറിവിളിക്കുന്ന ഇത്തരം ആളുകളുടെ പിൻഗാമികൾക്ക് അഹ്ലുസുന്നയോട് എന്നും ചൊറിച്ചിലും അവരോട് ദേഷ്യവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് ആ രംഗത്ത് വേണ്ടത്. മഹാനായ നാസ്റു സഅദി റഹിമഹുല്ല പറയുന്നത് കാണാം, قالوا يا شعيب ما نفقه كثيرا مما تقول وإنا لنراك فينا ضعيفا ولولا رحتك لرجمناك وما أنت علينا بعزيز. അഥവാ സൂറത്ത് ഹൂദിലെ 91-ാമത്തെ ആയത്ത്, തൈസിറുൽ കരീമുർ റഹ്മാൻ ഫീ തഫ്സീറിൽ കലാമിൽ മന്നാൻ എന്ന നാസ്റു സഅദി റഹിമഹുല്ലയുടെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ലോകത്ത് പല രൂപത്തിലുള്ള സംവിധാനങ്ങൾ ചെയ്യും. വമിൻഹ, അതിൽപ്പെട്ടതാണ് അന്നല്ലാഹ യദ്ഫഉ അനിൽ മുഅ്മിനീന ബിഅസ്ബാബിൻ കസീറ, ധാരാളം സബബുകൾ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കും. ഖദ് യഅലമൂന ബഅലുഹാ വഖദ് ലാ യഅലമൂന ശൈഅൻ മിൻഹാ, ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും, ചിലതൊന്നും നമുക്കറിഞ്ഞുകൊള്ളണമെന്നില്ല. വറുബ്ബമ ദഫഅ അൻഹും ബിസബബി ഖബീലതിഹിം, ചിലപ്പോൾ മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുക അവരുടെ കുടുംബത്തിന്റെ കാരണത്താലായിരിക്കും. ഔ അഹ്ലി വതനിഹിമുൽ കുഫാർ, അവിടെ നാട്ടിലുള്ള അവിശ്വാസികളുടെ അവിശ്വാസികളുമായി കൊണ്ടായിരിക്കും. കമാ ദഫഅ അല്ലാഹു അൻ ശുഐബിൻ റജമ ഖൗമിഹി ബിസബബി റഹ്തിഹി, ശുഐബ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സംരക്ഷിച്ചത് കാഫിറുകളായ തൻ്റെ കുടുംബക്കാരുടെ പേരുകൊണ്ടാണ് അദ്ദേഹത്തെ എറിഞ്ഞുകൊല്ലുന്നതിനെ തൊട്ട് അല്ലാഹു സംരക്ഷിച്ചത് എന്ന് പറഞ്ഞ് ഫഅല ഹാദാ എന്ന് പറഞ്ഞ് പിന്നെ ഷെയ്ഖ് ഇങ്ങനെ പറയുന്നത് കാണാം. അവസാനം പറയുമ്പോൾ ഫഅല ഹാദാ, ഇതിന്റെ ഭാഗമായി ലൗ സഅദൽ മുസ്ലിമൂന അല്ലദീന തഹ്ത വിലായത്തിൽ കുഫാർ, കാഫിറുകളുടെ രാജ്യത്ത് ജീവിക്കുന്നവരായ മുസ്ലിമീങ്ങൾ ആമിലു അലാ ജഅലിൽ വിലായത്തി ജംഹൂരിയതൻ യതമക്കനു ഫീഹാ അൽ അഫ്റാദ് വശുഊബ് മിൻ ഹുഖൂഖിഹിം അദ്ദീനിയ വദ്ദുനിയവിയ ലകാന ഔല. എന്താണ് നാസ്റു സഅദി റഹിമഹുല്ലക്ക് സലഫിയത്ത് അറിഞ്ഞില്ല എന്നാണോ പറയുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ നാട് ഒരു റിപ്പബ്ലിക് ആക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ ആമിലു അലാ ജഅലിൽ വിലായത്തി ജംഹൂരിയ, അവരുടെ നാടിനെ റിപ്പബ്ലിക് ആക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക. എന്താ റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? സ്വതന്ത്ര ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന നാട്. ഖുർആന്റെ അടിസ്ഥാനത്തിലല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിലല്ല. ആ നാട്ടിൽ സ്വതന്ത്ര ഭരണഘടന ഉണ്ടാവും. ആ സ്വതന്ത്ര ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഭരിക്കുന്ന അവസ്ഥയിലേക്കാണ് നാടിനെ മാറ്റുവാൻ വേണ്ടി അവർ പ്രവർത്തിച്ചാൽ അതുകൊണ്ടുള്ള പ്രത്യേകത എന്താണ്? അവിടെ യതമക്കനു ഫീഹാ അൽ അഫ്റാദ് വശുഊബ്, അവിടെയുള്ള വ്യക്തികളും അവിടെയുള്ള ആളുകൾക്കുമൊക്കെ അവരുടെ ദീനും ദുനിയാവുപരമായിട്ടുള്ള ദീനിന്റെയും ദുനിയാവിന്റെയും അവകാശങ്ങളെ നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ ലക്കാന ഔല, അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അഥവാ ഇത്തരത്തിലുള്ള ഇന്ത്യയെ പോലെയുള്ള ഒരു നാട്ടിൽ മുസ്ലിം വ്യക്തി നിയമം നിലനിൽക്കണമെങ്കിൽ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ മതനിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ഇവിടെ ജംഹൂരിയത്ത്, ഇത് റിപ്പബ്ലിക്കായി കൊണ്ട് നിലനിൽക്കുക എന്നത് നിർബന്ധമാണ്. അതിനുവേണ്ടി പണിയെടുക്കൽ ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വാജിബാണ്. അതല്ലാതെ ഇത്തരം ജാഹിലുകളുടെ, ഇത്തരം ലാഇബുകളുടെ വാക്കു കേട്ടുകൊണ്ട് അതാണ് സലഫിയത്ത് എന്ന് പറഞ്ഞ് യഥാർത്ഥ പ്രവർത്തനത്തിൽ നിന്നും വിട്ടുനിന്ന് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത തലമുറയിൽ സലഫി ദഅവത്ത് നടത്തുവാനുള്ള അവസരം പോലും, എന്തിനേറെ ഇസ്ലാമിനെ പറയുവാനുള്ള അവസരം പോലും ലഭിക്കുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഷെയ്ഖ് ഉബൈദുൽ ജാബിരി റഹിമഹുല്ലയുടെ വാക്കുകൾ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ഇവിടെയും ചില ആളുകളുണ്ട്, ആ ആളുകൾ ദമ്മാജിൽ പോയവരാണ്. നേരത്തെ പറഞ്ഞ യഹ്യ അജൂരിയുടെ ശിഷ്യന്മാരെ കണ്ടവരാണ്, അവരിൽ നിന്നും ഇൽമ് സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം യഥാർത്ഥ സലഫികളോടുമായിരിക്കുമെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥ സലഫിയത്തിനെ തിരിച്ചറിയുക. അത് ഈ പറഞ്ഞ മതത്തിന്റെ 5 ലറൂറത്തുകളെ അടിസ്ഥാനപരമായി കൊണ്ട് സംരക്ഷിക്കുന്ന പ്രത്യേക വ്യവസ്ഥയാണ് എന്നതുകൊണ്ട് തന്നെ ആ വ്യവസ്ഥ നിലനിൽക്കുവാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നതാണ്. അതുകൊണ്ട് സലഫിയത്ത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാം, അത് ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സലഫിയത്താണ്.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ സലഫിയത്താണ്, സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ജീവിക്കാൻ പറഞ്ഞോ ആ ജീവിക്കുന്ന രീതിക്കാണ് സലഫിയത്ത് എന്ന് പറയാം. ഏതെങ്കിലും വ്യക്തിയിലേക്ക് ചേർത്തുന്നതിനെ സലഫികളെന്ന് പറയില്ല, ഏതെങ്കിലും നാട്ടിലേക്ക് ചേർത്തി പറയുന്നതിനെ സലഫികളെന്ന് പറയില്ല. അതുകൊണ്ട് ആ കാര്യം നമ്മൾ എപ്പോഴും തിരിച്ചറിയാം. നമ്മുടെ അസ്ല് നേരത്തെ അവസാനിപ്പിച്ചതുപോലെ നമ്മുടെ അസ്ല് ഖുർആനാണ്, നമ്മുടെ അസ്ല് സുന്നത്താണ്. നമ്മുടെ അസ്ല് ആ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുള്ള ഇജ്മാകളാണ്. ഇത്തരം ആളുകളുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇവർ ഫിഖിലുള്ള ഖിലാഫുകൾ എടുക്കും, ഖിലാഫുകൾ എടുത്തു കൊണ്ടുവന്നിട്ട് അവനവൻ പറഞ്ഞ ഖിലാഫ് അംഗീകരിക്കാത്തവനൊക്കെ ഹിസ്ബിയാണെന്ന് പ്രഖ്യാപിക്കും. സഹാബിമാരെ കാലഘട്ടം മുതൽ ഫിഖിൽ ഖിലാഫുണ്ട്, ഫിഖിൽ ഖിലാഫുണ്ട്. അനന്തരാവകാശ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഫ്റലുക്കും സൈദി, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനന്തരാവകാശ നിയമം അറിയുന്നയാൾ സെയ്ദ് ബിൻ സാബിത്ത് ആണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചില മസ്അലകളിൽ സഹാബിമാർ ഖിലാഫ് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഏറ്റവും വലിയ മസ്അലയാണ് മസ്അലത്തുൽ അഖ്ദരിയ്യ എന്ന് പറയുന്ന മസ്അല. അതുപോലെ തന്നെ വെല്ലിപ്പയുടെ കൂടെ സഹോദരന്മാർ അനന്തരമെടുക്കുമോ ഇല്ലേ എന്ന വിഷയത്തിൽ സഹാബിമാർക്ക് ഖിലാഫ് ഉണ്ടായിരുന്നു. വെല്ലിമ്മയുടെ കൂട്ടത്തിൽ ആരൊക്കെ ഉൾപ്പെടും? ഉപ്പന്റെ ഉമ്മ പെടോ, ഉമ്മന്റെ ഉമ്മ പെടോ, അതിൽ തന്നെ എത്ര തലമുറ വരെ പെടും? 4 മദ്ഹബിലും 4 അഭിപ്രായമാണ്. ഇതിലൊക്കെ ഖിലാഫ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഖിലാഫുകളൊന്നും ഒരാൾ മറ്റൊരാളെ ഹിസ്ബിയാക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ അതല്ല വിഷയം. ഇവിടെ അത് നേരെ ഹിസ്ബിയത്തിലേക്ക് പോവുകയാണ്. ഒരു കാലത്ത് ഫോട്ടോ എടുക്കൽ ഹറാമായിരുന്നു, ഇപ്പൊ ഫോട്ടോക്ക് പ്രശ്നമില്ലാതായി. ഒരു കാലത്ത് വീഡിയോ പ്രശ്നമായിരുന്നു, ഇപ്പോൾ അത്തരം ആളുകൾ വീഡിയോയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നു, പ്രശ്നമല്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു പറയും ഇലക്ഷനിൽ വോട്ട് ചെയ്യലും പ്രശ്നമൊന്നുമല്ല എന്ന്. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ ഹദീസും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തന്ന സമയം അവസാനിച്ചിരിക്കുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശ്റാത്തി സാഅ അൻ യുൽതമസൽ ഇൽമു ഇൻദൽ അസാഗിർ. അക്കാബിറുകളായ ഉലമാക്കളെ വിട്ടിട്ട് അസാഗിറിന്റെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കുന്ന അവസ്ഥ വരും എന്ന് പറഞ്ഞു. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അപ്പൊ ആരാണ് അസാഗിർ? വലിയ വലിയ പണ്ഡിതന്മാരെ അടുത്ത് പോവില്ല, വലിയ വലിയ പണ്ഡിതന്മാരെ അടുത്ത് പോകാതെ ചെറിയ ആളുകളുടെ അടുത്ത് പോയിട്ട് ഇൽമു സ്വീകരിക്കുക. മനിൽ അസാഗിർ, ആരാണ് അസാഗിർ എന്ന് ചോദിച്ചപ്പോൾ അല്ലദീന യഖൂലൂന ബിറഈഹിം, ഒക്കെ ഓല അവനാന്റെ അഭിപ്രായം വെച്ചിട്ട് അങ്ങനെ പറയും, അവനവന്റെ അഭിപ്രായം വെച്ചിട്ട് പറയും. ആ ആളുകളാണ് യഥാർത്ഥത്തിൽ അസാഗിർ എന്ന് പറയുന്നത്. മാത്രമല്ല വലിയ ആളുകൾക്കുള്ള പ്രത്യേകത, അവർക്ക് നാട്ടിൽ ജീവിച്ച പരിചയം ഉണ്ടാവും, ഇൽമിന്റെ കൂടെ പരിചയമുണ്ടാവും. ആ പരിചയത്തിൽ നിന്ന് കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അഹ്ലുൽ ഹദീസ് നമുക്കറിയാം, ഇന്ത്യയിലെ അഹ്ലുൽ ഹദീസ് സംഘടന എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടുള്ള ആളുകൾ ഇന്നും നെല്ലുള്ള ആളുകളല്ലല്ലോ. സയ്യിദ് നദീർ ഹുസൈൻ ദഹ്ലവി റഹിമഹുല്ല മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ അതിന്റെ ഭാഗമായിരുന്നല്ലോ. മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മുഴുവൻ നേതൃത്വം നൽകിയിടത്ത് അഹ്ലെ ഹദീസിന്റെ പണ്ഡിതന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു കാലത്ത് നമുക്കറിയാം അഹ്ലെ ഹദീസിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും, ഇവിടുത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് നെഞ്ചത്ത് കൈവച്ച് നിസ്കരിക്കുന്നവനെ കണ്ടാൽ വെടിവെച്ചു കൊല്ലുക എന്ന് നിയമം പാസാക്കിയ നാടായിരുന്നു ഇത്. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എതിരിൽ ഇവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നത് അഹ്ലുൽ ഹദീസുകാരായിരുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാ പറഞ്ഞത് നെഞ്ചത്ത് കൈവച്ച് നിസ്കരിക്കണവനെ കണ്ടോ വെടിച്ചോളിന്നാണ്. 50,000-ഓളം അഹ്ലെ ഹദീസിന്റെ ഉലമാക്കളാണ് സ്വാതന്ത്ര്യ സമരത്തിൽ മാത്രമായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഡൽഹി മുതൽ അങ്ങ് മീററ്റ് വരെ നീണ്ടു നിൽക്കുന്ന തെരുവോരങ്ങളിൽ ഓരോ മരത്തിലും 5-6 പണ്ഡിതന്മാരുടെ ശവശരീരങ്ങൾ കെട്ടിത്തൂക്കിയിരുന്നു എന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും. എന്തിനാണെന്നറിയോ? ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂട്ടമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിന്റെ പേരിലായിരുന്നു അത്. എന്താ ബിലാദുൽ കുഫാറിൽ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുമോ? എന്താ അഹ്ലെ ഹദീസിന്റെ ഉലമാക്കൾക്കൊന്നും വിവരമില്ലായിരുന്നോ? അവരൊക്കെ ഹിസ്ബികളായിരുന്നോ? അവരൊക്കെ അഹ്ലുൽ ഹവയായിരുന്നോ? പറയണം, ഈ ഹുദസാ ഉസ്സിന്നുകൾ പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അപ്രകാരം ഹുദസാ ഉസ്സിന്ന് എന്നാ പറഞ്ഞത്, പല്ല് മുളച്ചു വരുന്ന കുട്ടികൾ എന്നാ പറഞ്ഞത്. തലനരച്ച പണ്ഡിതന്മാർ,
അവരിൽ നിന്നും മതം പഠിച്ച ആളുകളുടെ പിൻഗാമികളായി കൊണ്ടുവന്ന ആളുകൾക്ക് ഇവരുണ്ടാക്കുന്ന വസ്വാസിൽ ഒരു വസ്വാസ് ഉണ്ടാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൽമുള്ള പണ്ഡിതന്മാരിൽ നിന്നും നേരിട്ട് ഇൽമു പഠിച്ചവരാണ്. അതല്ലാതെ ഒന്നങ്ങ് പോയി അവിടെ നിന്ന് ഇങ്ങ് തിരിച്ചു വന്നു, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവിടെ പോയി ഇന്ന ശൈഖിൻ്റെ അടുത്ത് നിന്ന് ഇൽമു സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു അനുഭവം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പറഞ്ഞ ദമ്മാജിൽ പോയ ഒരു വ്യക്തിയെ നേരിട്ട് കണ്ട് യാത്രയിൽ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്നോട് പറഞ്ഞത്, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വർത്താനുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നു, അല്ല മൗലവി, ഈ ഷബീബ് സലാഹി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പേരിൽ വല്ലാതെ അങ്ങനെ ഇങ്ങനെയൊക്കെ വർത്താനം പറയണ്ടല്ലോ, നിങ്ങളൊന്നും കേട്ടിട്ടില്ല എന്ന് ചോദിച്ചു. ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു മൂപ്പര്. അടുത്ത ചോദ്യം, എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചൊരാൾക്കാരാണ്. അപ്പോൾ അപ്പോൾ ഇദ്ദേഹം പറയുന്നോട്, ഞാൻ ആദ്യം വിചാരിച്ച ഇവർ തെബിലീഗാരാണ്, കണ്ടപ്പോൾ കോലം കൊണ്ട് കണ്ടപ്പോൾ തെബിലീഗാരാണെന്നാണ് വിചാരിച്ചത്. കാരണം കേരളത്തിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ തൊപ്പിട്ട ആളാണ്. ഞാനത് ഒപ്പിട്ടിട്ടില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇത് അഹ്ലുൽ ബിദഅന്റെ ആൾക്കാരെ ഓലൊരു ഷിആറായിക്കൊണ്ട് കാര്യമായി കൊണ്ടിറക്കേണ്ടതുകൊണ്ട് പലപ്പോഴും കേരളത്തിലെ സലഫികൾ എന്താക്കാറില്ല, തലയിൽ തൊപ്പി വെക്കാറില്ല. വേറൊന്നും ഉണ്ടായിട്ടില്ല, സുന്നത്തോ ആ ചർച്ചയിലേക്ക് പോയിട്ടല്ല. അത് അവിടെ തെബിലീഗ് ജമാഅത്തിനെ പോലെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ കണ്ടപ്പോൾ നിങ്ങളെന്താ തെബിലീഗാരെ ചോദിച്ചു, അല്ല ഞങ്ങൾ ദമ്മാജി പോയി പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഏത് കിതാബ് ഓതി എന്ന് ചോദിച്ചപ്പോൾ ഓതിയ കിതാബിൻ്റെ പേര് ഓർമ്മയില്ല എന്നാണ്. ഓതിയ കിതാബിൻ്റെ പേര് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. നിങ്ങളെ ഷെയ്ഖിൻ്റെ പേരെന്താന്ന് വെച്ചപ്പോൾ അതും പ്രത്യേകിച്ച് ഓർമ്മ മൂപ്പർക്കില്ല. ആ ആളാണ് പലപ്പോഴും ഇവിടെ പല സ്ഥലങ്ങളിലും വന്ന് ക്ലാസ് എടുക്കുന്നത്. അയാൾ ഇത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കും, അത് കൃത്യമായിട്ട് പുറത്തിടും, ആരോടാണ് സംസാരിച്ചത് എന്നുള്ളത്. നമുക്കതിൻ്റെ മടിൻ്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ പറയും ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി ഇവിടുന്ന് പഠിച്ചു അവിടുന്ന് പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെളിവൊന്നും നമ്മളെക്കലില്ല. അതേ സമയത്ത് ദമ്മാജി പോയി പഠിച്ചതാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഉബൈദുൽ ജാബിർ റഹിമഹുല്ല പറഞ്ഞ സംഭവങ്ങളൊക്കെ അതിൻ്റെ വാക്കിയിട്ട് ഉണ്ടാകാൻ പോടാണ്. അഹ്ലുസുന്നന്നെ എന്തല്ല, ശരിയല്ല, ശരിയിലേക്ക് അടുത്ത് നിൽക്കുന്നവർ എന്നാണ് അവരുടെ വാദം. അതുകൊണ്ട് അത്തരം ആളുകളെ തിരിച്ചറിയുക. അത് സലഫിയത്തല്ല, സലഫിയത്തിൻ്റെ മൻഹജല്ല. സലഫിയത്തിൻ്റെ മൻഹജ് ഇസ്ലാമിൻ്റെ ദറൂറാത്തുൽ ഖംസകൾ സംരക്ഷിക്കപ്പെടുന്ന മൻഹജാണെന്ന് തിരിച്ചറിയുക. ഹാദാ മാ ളഹറ ലി വല്ലാഹു അഅലം ബിസ്സവാബ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. जज़ाकुमुल्लाहु खैरन व बारकल्लाहु फ़ीकुम तक़ब्बलल्लाहु जुहूदकुम। ये थे शेख शबीब सलाही जो मुदर्रिस जामियतुल हिंद अल इस्लामिया केरला से आए थे। अल्लाह ताला आपके इल्म में तरक्की दे और आपसे दीन की और भी मज़ीद खिदमात लेता रहे। मुअज़्ज़ज़ हाज़िरीन, सामिईन व सामियात, अभी इंशाअल्लाह ब्रेक होगा। अभी 2-3 मिनट के बाद असर की आज़ान होगी। इंशाल्लाह 4:20 पे 4:20 पर जमात कायम की जाएगी असर की। जहाँ पर ज़ोहर की नमाज़ अदा की गई, जहाँ पर ज़ोहर में वज़ू किया गया और वाशरूम का इस्तेमाल किया गया, वही सेम प्लेस और सेम लोकेशन होगा। वहीं पर जाकर आप लोग इंशाल्लाह वज़ू करें, ज़रूरियात से फारिग हों। असर नमाज